കലാകാരന്മാർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതുണ്ട്. അതുപോലെ തന്നെ ആസ്വാദകർക്കും ഒട്ടും കുറവല്ലാത്ത ഭാഗം ചെയ്യേണ്ടതുണ്ട്. എന്നാലേ അത് കല വളരുള്ളൂ. ഇവർക്ക് വളരാനുള്ള ഒരു അവസരം ആസ്വാദകരും ശ്രോതാക്കളും തന്നെയാണ്. കല അതുപോലെ വളരുന്നതുകൊണ്ട് പൊതുവിൽ സാംസ്കാരിക രംഗം ഉന്നമനം നേടുന്നുള്ളത്. സാംസ്കാരിക രംഗം ഉന്നമനം നേടുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ കലയുടെ അന്തസ്സത്ത കുറയാത്ത തരത്തിൽ വേണം അതിനെ വളർത്തിയെടുക്കാൻ. ആസ്വാദകർക്ക് ഒന്നിഷ്ടമാണ്, അതുപോലെ മാറ്റി കഴിഞ്ഞാൽ ഈ കല ഇല്ലാതെയാവും. അപ്പോൾ വേറൊന്നായിട്ട് മാറും. അപ്പം അത് ഇല്ലാണ്ട് ഫൗണ്ടേഷൻ അടിത്തറ പോകാതെ കണ്ടുള്ള വളർച്ച മാറ്റങ്ങളാണ് കലാകാരന്മാർ വരുത്താൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള ഉത്സവം പോലുള്ള ഫെസ്റ്റിവലുകളിലെ പ്രസക്തിയാണ് പാരമ്പര്യ കലകൾ. ഇന്നത്തെ നിലയ്ക്ക് പാരമ്പര്യ കലകൾ വളരണമെങ്കിൽ ഇങ്ങനെ ഉത്സവം പോലെയുള്ള അത് ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. ഇപ്പം കലാമണ്ഡലം പോലെയോ അല്ലെങ്കിൽ കോട്ടയ്ക്കിൽ അങ്ങനെ ദുർലഭ ചില സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം കല വളരില്ല. ഇതുപോലെയുള്ള ഉത്സവങ്ങൾ സംഘടിപ്പിച്ച് ദുബായിലുള്ള ഇത് വളരെയധികം പ്രശംസനീയമാണ്, പ്രത്യേകം പറയണം. അതുപോലെ തന്നെ കലാകാരന്മാരെ വളർത്തുമ്പോൾ കഥകളി എന്ന് പറഞ്ഞാൽ 4-5 വിഷയം കൂടിയുള്ളതാണ്. അപ്പോൾ അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും വളർത്താനുള്ള ശ്രമം ഉണ്ടാകാൻ അധികം നന്നാവും എന്നൊരു തോന്നലിരിക്കേണ്ടത്. അതിനുവേണ്ടി ഈ സംഘടന ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. കഥകളി പോലുള്ള പാരമ്പര്യ കലകളിലെ നിലനിൽപ്പ് അത് നിലനിൽപ്പ് പൊതുവെ മോശമാണ്. കാരണം അതിനുള്ള ശ്രമിക്കാനുള്ള ആൾക്കാരില്ലാതെ ഒരു ഉത്സാഹിക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിലും ഇന്ന് എല്ലാറ്റിൻ്റെയും പിന്നിലൊരു ജീവിത പ്രശ്നമുണ്ട്. അപ്പോൾ അത് കാരണം ഈ വിഷയം പഠിക്കാനുള്ള ആൾക്കാർ വളരെ കുറവായിട്ട് വരുന്നു. അഥവാ വന്നു ചേർന്നാൽ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉപജീവന മാർഗം വേറെ തേടേണ്ടി വരുന്നതുകൊണ്ട് ഇത് ഉപേക്ഷിച്ച് പോകുന്നു. ഇപ്പോൾ കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ പലരും അതിനൊന്നും വേറെ ജീവിക്കാൻ മാർഗമില്ലാത്ത മറ്റ് പല മേഖലകളിലേക്ക് തിരിഞ്ഞ് പോയിട്ടുള്ള അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അത് വരാതിരിക്കണമെങ്കിൽ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ ഇത് നിർബന്ധമാക്കിയൊരു വിഷയം ആക്കി എടുത്ത് അവിടെ പഠിപ്പിക്കാനുള്ള ഏർപ്പാടുണ്ടാവണം. ഉള്ളടക്കം അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഉള്ളടക്കം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അത് ഈ കഥകളി പോലത്തെ കലാരൂപങ്ങളാകുമ്പോൾ അതിലത്തെ ഒരു വിഷയത്തിന് മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഇതുണ്ടോയെന്നൊരു സംശയം എനിക്കിപ്പോൾ. അപ്പോൾ അത് മാറിയിട്ട് അത് 4-5 വിഷയം കൂടിയാലേ ഈ കഥകളി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെണ്ടയോ മദ്ദളോ പാട്ടിലെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്ന് വന്നു കൂടുതലുണ്ടെന്ന് എനിക്ക് സംശയം. കാരണം ഇപ്പോൾ കേരളത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്റ്റേജുകൾ അതിപ്പോൾ ഈ വേഷക്കാരെ മാത്രം ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പോരാ. അപ്പോൾ മറ്റവർക്ക് ഒരു ഉത്സാഹമില്ലാതെയാവും. വേഷക്കാരെ പോലെ തന്നെ ഒരു പാട്ടുകാരൻ, ഒരു ചെണ്ടക്കാരൻ, ഒരു വേഷക്കാരൻ, അങ്ങനെ എല്ലാറ്റിനും ഓരോരുത്തരെ ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറേ കൂടി നന്നാവും. ഈ വേദി അവരും കൂടി പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കുക വേണം.